ഫൈബ്രോയിഡിന്റെ മുഴകളെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പലർക്കും കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ അല്ലാത്ത ഏറ്റവും സാധാരണയായിട്ടുള്ള മുഴയാണ് ഫൈബ്രോയിഡ്. എല്ലാവരും ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് സ്കാനിൽ കണ്ടാൽ പേടിക്കേണ്ടതില്ല കേട്ടോ. ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത് അത്രയ്ക്ക് വലുതാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ചികിത്സിക്കേണ്ടതുള്ളൂ. 50% സ്ത്രീകളിലും ഈ ഫൈബ്രോയിഡ് എന്നുള്ള മുഴകൾ പലപ്പോഴും കാണാറുണ്ട്. അതെന്ത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുക? ആർത്തവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് സാധാരണ. മാസക്കുളി സമയത്ത് ഒരുപാട് ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് പോവുക, കഠിനമായിട്ടുള്ള വേദന. ചിലവരുടെ ഫൈബ്രോയിഡ് മുഴകളാകട്ടെ ഒത്തിരി വലുതായിരിക്കും. വയറ് പിടിച്ചു നോക്കുമ്പോൾ ഒരു തടസ്സം പോലെയോ ഒരു മുഴ പോലെയോ ഒക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ, വയറ്റിന്ന് പോകാനും മൂത്രം ഒഴിക്കാനും ഒക്കെ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ മുഴ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വലിയ മുഴകൾ നമ്മൾ നീക്കേണ്ടതുണ്ടാവും. ചിലവർക്ക് ചെറിയ ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ പോലും യൂട്രസിനുള്ളിൽ കുഞ്ഞ് നിൽക്കുന്ന സ്ഥാനത്ത് നിൽക്കുകയോ ഫലോപ്പിയൻ ട്യൂബുകളുടെ തുറക്കുന്ന ഭാഗത്ത് അത് ബ്ലോക്കുകൾ ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് വന്ധ്യതയ്ക്ക് കാരണമാകും. ഇങ്ങനെയുള്ളവരിലും നമ്മൾ ഈ ഫൈബ്രോയിഡിനെ ചികിത്സിക്കേണ്ടതുണ്ട്. അത് പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകണമെങ്കിൽ സർജറി വേണ്ടി വരും. കീഹോൾ സർജറിയിലൂടെയോ ഓപ്പൺ സർജറിയിലൂടെയോ സിസേറിയൻ സർജറിയോ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സർജറി ചെയ്യുന്ന സമയത്ത് ഈ മുഴകൾ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ ആ സമയത്തും നമുക്ക് ഈ മുഴകളെ നീക്കാനാകുന്നതാണ്. കുട്ടികൾ വേണമെന്നുണ്ടാകും, അത് കാരണം സർജറി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് കുട്ടികളായി കഴിഞ്ഞിട്ട് മതി. അങ്ങനെയെല്ലാം ഉള്ളവർക്ക് താൽക്കാലികമായിട്ട് ഫൈബ്രോയിഡിന്റെ ലക്ഷണങ്ങൾ കുറയാനുള്ള ചികിത്സകളാണ് നമ്മൾ പറയുക. ബ്ലീഡിങ്ങും പെയിനുമാണ് എന്നുണ്ടെങ്കിൽ ബ്ലീഡിങ്ങിനും പെയിനിനുമുള്ള സേഫ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക. സർജറി അല്ലാത്ത ഏത് ട്രീറ്റ്മെന്റ് ചെയ്താലും ഫൈബ്രോയിഡുകളെ ചുരുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് പൂർണ്ണമായിട്ട് മാറ്റിക്കളയാനായിട്ടാകില്ല. ചെറുപ്പക്കാരായ സ്ത്രീകളിൽ ഫൈബ്രോയിഡിന്റെ മുഴകൾ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരിൽ മരുന്നുകൾ ഏൽക്കുന്നില്ലാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ മരുന്നുകൾ അവർക്ക് കഴിക്കാനാകുന്നില്ല. അങ്ങനെയുള്ള അവസരത്തിൽ കുഞ്ഞുങ്ങൾ വേണ്ട തൽക്കാലത്തേക്ക് എന്നുണ്ടെങ്കിൽ നോക്കാവുന്ന ട്രീറ്റ്മെന്റ്സ് ആണ് ഗർഭാശയത്തിലേക്ക് ഇടാവുന്ന കോപ്പർട്ടി പോലുള്ള ഹോർമോൺ റിലീസിംഗ് IUCD, മിറേന, എമിലി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ മുൻനിരയിലേക്ക് വരുന്ന മുഴ നീക്കാത്ത എന്നാൽ മുഴയെ നന്നായി ചുരുക്കാൻ സാധിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് മൈക്രോവേവ് അബ്ലേഷൻ. മൈക്രോവേവ് അബ്ലേഷനിൽ മൈക്രോവേവ് എനർജി റിലീസ് ചെയ്യുന്ന ഒരു ആന്റിന ആ മുഴയെ ചുരുക്കി കളയാനായിട്ട് ശ്രമിക്കുന്നു. ഇത് കീഹോൾ സർജറിയിലൂടെയും വജൈനൽ സ്കാനിങ്ങിലൂടെയും ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. ഒരു മേജർ സർജറിയുടെ കോംപ്ലിക്കേഷൻസോ റെസ്റ്റോ ആവശ്യമില്ലാതെ തന്നെ ഫൈബ്രോയിഡിന്റെ വലിപ്പം ഒരു 30-40% കുറയ്ക്കാനും ലക്ഷണങ്ങൾ ഇല്ലാതാക്കാനും ഈ പുതിയ ചികിത്സാ രീതിയിലൂടെ നമുക്ക് സാധ്യമാണ്.